എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +2 പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു 60 to 70 മാർക്ക് വരെ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്ന കുറച്ച് പാഠഭാഗങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. +2 പൊളിറ്റിക്കൽ സയൻസ് ഹ്യൂമാനിറ്റീസ് എടുത്ത വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടൊരു വിഷയമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന വിഷയം. ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഷയവും കൂടിയാണ് ഈ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന വിഷയം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡായ വിവരങ്ങളിലേക്കൊക്കെ കടക്കാം എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ചലഞ്ചസ് ഓഫ് നാഷണൽ ബിൽഡിംഗ് ആണ്, രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ. ഇതിൽ വിദ്യാർത്ഥികൾക്ക് 2 essay ക്വസ്റ്റ്യനാണ് മെയിനായിട്ടും. ഈ 2 essay ക്വസ്റ്റ്യനാണ് ഈ പാഠത്തിൽ മെയിനായിട്ടും വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക. ഒന്ന് സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളും 2 രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികളും. 2 രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികളും. ഈ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം, ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ടും പറയുന്നു, ഈ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം essay ക്വസ്റ്റ്യനായിട്ട് ഉറപ്പായിട്ടും കാണും. നിങ്ങൾ സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളാകുമ്പോൾ ഓർത്തിക്കുക, രാഷ്ട്ര നിർമ്മാണം, ജനാധിപത്യം സ്ഥാപിക്കുക, പിന്നെ സമൂഹത്തിൻ്റെ ക്ഷേമവും ഐക്യവും ഉറപ്പുവരുത്തുക. പിന്നെ രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ നോക്കിക്കഴിഞ്ഞാൽ വിഭജനവും അതിൻ്റെ പ്രത്യാഘാതങ്ങളും, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, പിന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുക. രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികളോ അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളോ, ഈ 2-ൽ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മൾ നോക്കുമ്പോൾ രണ്ടാമത്തെ പാഠത്തിലേക്കാണ് ഇനി മെയിനായിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത്. മെയിനായിട്ട് നമ്മൾ രണ്ടാമത്തെ പാഠത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഒരു പ്രധാനപ്പെട്ടൊരു 1 word ക്വസ്റ്റ്യൻ നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ പാഠത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഇറ ഓഫ് വൺ പാർട്ടി ഡെമോക്രാറ്റി, ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം എന്നാണ് മലയാളത്തിൽ ഈ പാഠത്തെ പറയുക. ഏകപക്ഷി മേധാവിത്വ കാലഘട്ടം. ഈ പാഠത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്, ആദ്യ 3 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് എന്തുകൊണ്ട് മേധാവിത്വം നേടി? ഇന്ത്യയിലെ ആദ്യ 3 തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്തുകൊണ്ടാണ് എന്ത് ചെയ്തത്? അധികാരത്തിലെത്തിയത്. ആദ്യത്തെ 3 തെരഞ്ഞെടുപ്പ്, അതായത് 1952 തെരഞ്ഞെടുപ്പ്, 1957 തെരഞ്ഞെടുപ്പ്, 1962 തെരഞ്ഞെടുപ്പ്. ആദ്യ 3 തെരഞ്ഞെടുപ്പുകളിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് മേധാവിത്വം നേടിയത്? നമ്മൾ നോക്കുമ്പോൾ ഇത് ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടതായിട്ട് കുറച്ച് കാര്യങ്ങൾ. നമ്മൾ ആദ്യത്തെ നോക്കുമ്പോൾ 1952 ജനറൽ ഇലക്ഷനാണ് നോക്കുന്നത്. ടോട്ടൽ സീറ്റുകൾ എന്ന് പറഞ്ഞാൽ 489 സീറ്റുകളിൽ 364 എണ്ണവും കോൺഗ്രസിന് ലഭിച്ചു. 464 സീറ്റുകളിൽ 489 സീറ്റുകളിൽ 364 സീറ്റും ആർക്ക് തന്നെയാണ് ലഭിച്ചത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിക്കാണ് ലഭിച്ചത്. ആദ്യ 3 തെരഞ്ഞെടുപ്പുകളിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി അധികാരത്തിലെത്തുന്ന ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യത്തിൽ എഴുതേണ്ടത് 1952 1-ാം ലോകസഭയിൽ ആകെ ഉണ്ടായിരുന്ന 489 സീറ്റുകളിൽ 364 സീറ്റും കോൺഗ്രസിനാണ് ലഭിച്ചത്. ഇനി അടുത്ത് നോക്കുമ്പോൾ 1957 പൊതുതെരഞ്ഞെടുപ്പ്. ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇതിൽ 494 സീറ്റാണുള്ളത്. അതിൽ 371 സീറ്റും കോൺഗ്രസിന് ലഭിച്ചു. 494 സീറ്റുകളിൽ 371 സീറ്റും കോൺഗ്രസിനാണ് ലഭിച്ചത്. ഇനി 1962 അടുത്ത ജനറൽ ഇലക്ഷൻ ഇന്ത്യയിൽ വരുന്നത്. ഇതിൽ നോക്കുമ്പോൾ
494 സീറ്റുകളിൽ 361 സീറ്റും കോൺഗ്രസിന് ലഭിച്ചു. 494 സീറ്റുകളിൽ 361 സീറ്റും കോൺഗ്രസിന് ലഭിച്ചു. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇനിയിപ്പോൾ അടുത്ത നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞാൽ, ഒന്ന്, അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഏറ്റവും വലിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യം 3 തെരഞ്ഞെടുപ്പുകളിൽ എന്തുകൊണ്ട് പ്രാബല്യം നേടുന്നുള്ളതിൽ നമ്മൾ ജനറൽ ഇലക്ഷൻ്റെ സീറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇപ്പോൾ പറഞ്ഞു, എത്ര സീറ്റുണ്ട്, അത് എത്ര എണ്ണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ലഭിച്ചു എന്നൊക്കെ. എന്നാൽ അതിന് കുറച്ച് കാരണങ്ങളുണ്ടാവുമല്ലോ, റീസൺസ് കാണുമല്ലോ. ഇപ്പം ഒരു പാർട്ടി തന്നെ 3 തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരണമെങ്കിൽ അതിൻ്റെതായ കുറച്ച് റീസൺസ് കാണുമല്ലോ. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും വലിയ പാർട്ടി, നെഹ്റുവിനെ പോലെയുള്ള പ്രബലരായ നേതാക്കൾ ഉണ്ടായിരുന്നത് കൊണ്ട് കെട്ടുറപ്പുള്ള പാർട്ടി, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പൈതൃകമുള്ള പാർട്ടി എന്നിങ്ങനെ കുറച്ച് ബെറ്ററായ പോയിന്റ്സ് നിങ്ങൾക്ക് പഠിച്ചു വെക്കേണ്ടത് നിർബന്ധമാണ്. ഇനി നമ്മൾ ആ പാഠത്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ അടുത്തതായി വിദ്യാർത്ഥികളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷതകൾ. ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷതകൾ. ഇതിൽ ഒന്നാമത്തെ പോയിന്റ്, ഇത് 1951 ഒക്ടോബറിനും 1952 ഒക്ടോബറിനും 1952 ഫെബ്രുവരിക്കും ഇടയിലാണ് ഇന്ത്യയിൽ ആദ്യ ഒരു ഇലക്ഷൻ നടക്കുന്നത്. 1951 ഒക്ടോബറിനും 1952 ഫെബ്രുവരിക്കും ഇടയിലാണ് ഇന്ത്യയിൽ ഒരു ജനറൽ ഇലക്ഷൻ ആദ്യമായി നടക്കുന്നത്. അടുത്ത പണി നമ്മൾ നോക്കുമ്പോൾ ആദ്യ നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയം ചെയ്തു, ആദ്യ വോട്ടർ പട്ടിക തയ്യാറാക്കി. ആകെ 17 കോടി വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത്. വോട്ടർമാരിൽ പകുതി പേർ വോട്ടവകാശം വിനിയോഗിച്ചു. 3200 നിയമസഭാ അംഗങ്ങളും 489 ലോക്സഭാ അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. 15% വോട്ടർമാർ നിരക്ഷരരായിരുന്നു. 15% വോട്ടേഴ്സ് മാത്രമായിരുന്നു സാക്ഷരത ഉള്ളവർ. ഇത്രയും വലിയൊരു രാജ്യത്ത് വോട്ടെടുപ്പ് ആദ്യമായിട്ടാണ് നടക്കുന്നത്. ബാലറ്റ് പേപ്പർ നിക്ഷേപിക്കാൻ ബൂത്തിൽ ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ പെട്ടിയുള്ളത്. ഓരോ പാർട്ടിക്കും ബൂത്തിൽ ഓരോ പെട്ടികൾ വെച്ചിട്ടാണ് ബാലറ്റ് പേപ്പറിൽ ആദ്യ ഇലക്ഷൻ നടത്തിയത്. അടുത്ത പാഠമാണ് ആസൂത്രിത വികസനവും രാഷ്ട്രീയവും. 3 പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന പാഠത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇതിൽ 1 വേർഡ് ചോദ്യം നമ്മൾ ഏതൊക്കെ വ്യക്തമായിട്ട് നമ്മൾ പരിശോധിക്കും. അതല്ലാതെ തന്നെ വിദ്യാർത്ഥികളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഈ പഞ്ചവത്സര പദ്ധതികൾ. ഒന്നാം പഞ്ചവത്സരം, ഫസ്റ്റ് 5 ഇയർ പ്ലാന്, സെക്കൻഡ് 5 ഇയർ പ്ലാന്. 3-ാം പഞ്ചവത്സര പദ്ധതി ഉണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്നു, നിങ്ങളോട് ഒരു സ്ഥിരമായി തന്നെ ഒരു 3 മാർക്കിൻ്റെ ഏരിയയിലോ അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ഏരിയയിലോ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് 1-ാം പഞ്ചവത്സര പദ്ധതിയും 2-ാം പഞ്ചവത്സര പദ്ധതിയും തമ്മിലുള്ള ഡിഫറൻറ്റ്. വാട്ട് ആർ ദ ഡിഫറൻറ്റ് ഓഫ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആൻഡ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ? 1-ാം പഞ്ചവത്സര പദ്ധതിയും 2-ാം പഞ്ചവത്സര പദ്ധതിയും തമ്മിലുള്ള വ്യത്യാസം. 1-ാം പഞ്ചവത്സര പദ്ധതിയും 2-ാം പഞ്ചവത്സര പദ്ധതിയും തമ്മിലുള്ള വ്യത്യാസം. വാട്ട് ആർ ദ ഡിഫറൻസ് ഓഫ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആൻഡ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ? 1-ാം പഞ്ചവത്സര പദ്ധതി നോക്കുമ്പോൾ ഡോക്ടർ കെ എൻ രാജ് നേതൃത്വം നൽകി. ഡോക്ടർ കെ എൻ രാജാണ് 1-ാം പഞ്ചവത്സര പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത്. ഡോക്ടർ കെ എൻ രാജ് നേതൃത്വം നൽകി. സാവധാനത്തിൽ മുന്നേറുക എന്നൊരാശയമാണ് ഡോക്ടർ കെ എൻ രാജ് മുന്നോട്ട് വെച്ചത്. 1-ാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ലക്ഷ്യം. 1-ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം. പിന്നെ ഇത്രയും മെയിൻ പോയിന്റ്സ് ആണ് നമ്മൾ 1-ാം പഞ്ചവത്സര പദ്ധതി ഇതിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത്രയും പോയിന്റ്. ഞാൻ ഇപ്പം നിങ്ങളോട് പറയുന്നു, ഡോക്ടർ കെ എൻ രാജാണ് നേതൃത്വം നൽകിയത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ലക്ഷ്യം. കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു. സാവധാനത്തിൽ മുന്നേറുക എന്ന ആശയമാണ് മുന്നോട്ട് വെച്ചത്. ഇനി സെക്കൻഡ് 5 ഇയർ പ്ലാന്, അത് 2-ാം പഞ്ചവത്സര പദ്ധതി
പിന്നെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്ന ഒരു പോയിന്റ്, ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നത് 1900 ഒന്നാം പഞ്ചവത്സര പദ്ധതി നമ്മൾ ഒന്നുകൂടെ നോക്കാം. ഒന്നാം പഞ്ചവത്സരം നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തെ പോയിന്റ് 1951 to 56 ഡോക്ടർ KN രാജ് നേതൃത്വം നൽകി. സാവധാനത്തിൽ മുന്നേറുക, പിന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഇപ്പം തന്നെ നിങ്ങൾക്ക് 4 പോയിന്റോളം നിങ്ങൾക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് 5 ഇയർ പ്ലാൻ, രണ്ടാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ 1956 to 61, 1956നും 61നും ഇടയിലാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ ഉള്ളത്. ഇത് PC മഹലനോബിസ് ആണ് നേതൃത്വം നൽകിയത്. PC മഹലനോബിസ് ആണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് നേതൃത്വം നൽകിയത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി ത്വരിതഗതിയിലുള്ള വികസനമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിക്കുള്ളത്. വ്യവസായത്തിനാണ് മുൻതൂക്കം നൽകിയത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷിക്കാണെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി മുൻതൂക്കം നൽകിയത് വ്യവസായത്തിനായിരുന്നു. ഒന്നുകൂടെ പറയാൻ, രണ്ടാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ സെക്കൻഡ് 5 ഇയർ പ്ലാനിനെ കുറിച്ച് നമ്മൾ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഒന്ന് PC മഹലനോബിസ് ആണ് നേതൃത്വം നൽകിയത്. 1951 to 61 വരെയാണ് കാലാവധി. ത്വരിതഗതിയിലുള്ള വികസനം, അത് വേഗത്തിലുള്ള വികസനത്തെ പിന്തുണച്ചു, വ്യവസായത്തെ പിന്തുണച്ചു എന്നിങ്ങനെയുള്ള കുറച്ച് പോയിന്റാണ്. ഈ 2 ചോദ്യങ്ങളിൽ ഒരെണ്ണം നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. പിന്നെ 4 മാർക്ക് മുതൽ 5 മാർക്കിൻ്റെ ഏരിയയിൽ വരെ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഹരിത വിപ്ലവം. വാട്ട് ആർ ദ ഗ്രീൻ റവല്യൂഷൻ? ഹരിത വിപ്ലവത്തിൻ്റെ എന്താണ്? ഹരിത വിപ്ലവത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ 1960 എടുത്ത ഭക്ഷ്യപ്രതിസന്ധി മറികടക്കാൻ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് ഹരിത വിപ്ലവം, ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. എന്നീ കുറച്ച് നിങ്ങൾ ഇനി ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് അതിൽ പഠിക്കാനുള്ളത്. മെയിനായിട്ടും ഞാൻ പറയുന്നതൊക്കെ നോക്കിച്ചേരൂ. ഇനി 4ാമത്തെ പാഠം ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ, ഇന്ത്യാസ് എക്സ്റ്റേണൽ റിലേഷൻസ് എന്നാണ് പാഠത്തിൻ്റെ പേര്. നമുക്ക് ഈ പാഠത്തിൽ നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി ആരാന്ന് ചോദ്യം ചോദിക്കാം. 1 വേർഡിൻ്റെ സെക്ഷനിൽ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം, ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി ആരാന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു എന്നാണ് അതിൻ്റെ ഉത്തരം. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി എന്നാണ് ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മിക്ക സമയങ്ങളിലും ചോദിച്ചു കാണാറുള്ള ഒരു വൺവേർഡ്, ഇന്ത്യയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആണ്. മണിപ്പൂരിലെ രാജാവിൻ്റെ പേര് ബോധചന്ദ്ര സിംഗ്. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഇലക്ഷൻ നടന്ന ആദ്യ സംസ്ഥാനം അത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിലാണ് പ്രായപൂർത്തി വോട്ടവകാശം, മണിപ്പൂരാണ് കേട്ടോ, മണിപ്പൂരാണ് പ്രായപൂർത്തി വോട്ടവകാശം. ആന്ധ്രാപ്രദേശ് വേറെന്തോ കാര്യത്തിനായിരുന്നു, മണിപ്പൂരായിരുന്നു ആദ്യ ഇലക്ഷൻ നടന്ന സംസ്ഥാനം. ഇനി എന്നതാ, ഭാഷാ സംസ്ഥാനം രൂപീകരിച്ച കമ്മീഷൻ, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിച്ച കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. പിന്നെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലിയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ 2 അംഗങ്ങൾ, ഒന്ന് സർദാർ KM പണിക്കർ, പിന്നെ മറ്റേ പേര് ഞാൻ നോക്കിയിട്ട് പറയുന്നത് ബുക്കിനകത്ത്, ഞാനിതിപ്പം നോട്ട് വെച്ചിട്ടാണ് പറയുന്നത്, അപ്പം ആ നോട്ടിനകത്ത് ആ പേര് കാണുന്നില്ല. അപ്പം മറ്റേ പേര്, ഒന്ന് സർദാർ KN പണിക്കരാണ്, രണ്ടാമത്തെ പേര് നമ്മൾ നോക്കിയിട്ട് വ്യക്തമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഈ വീഡിയോയിൽ അത് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. നോക്കാം. നമുക്ക് അടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ പ്രത്യേകതകൾ, ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ സവിശേഷതകൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. നമുക്ക് നോക്കാം. സാമ്രാജ്യത്വം, കോളനിവൽക്കരണം, വംശീയവാദം, വർഗീയവാദം എന്നിവയോടുള്ള എതിർപ്പ്. സാമ്രാജ്യത്വം, ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ സവിശേഷതകൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട പോയിന്റ്സ് ആണ്, എഴുതി വെച്ചോളൂ. സാമ്രാജ്യത്വം, കോളനിവൽക്കരണം, വംശീയവാദം, വർഗീയവാദം എന്നിവയോടുള്ള എതിർപ്പ്. വിദേശ സഹായം കൈവരിക്കുന്നതിന് ഊന്നൽ കൊടുക്കുക. ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, ചേരിചേരായ്മ, ആഫ്രോ ഏഷ്യൻ സഹകരണം.
ഇനി നെഹ്റുവിൻ്റെ വിദേശ നയത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. പല വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പരീക്ഷയിൽ മാറിപ്പോകുന്നൊരു കാര്യമാണ് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ പ്രത്യേകതയും അതുപോലെ തന്നെ നെഹ്റുവിൻ്റെ വിദേശ നയത്തിന് ജവഹർലാൽ നെഹ്റുവിൻ്റെ വിദേശ നയത്തിൻ്റെ പ്രത്യേകതകൾ. ജവഹർലാൽ നെഹ്റുവിൻ്റെ വിദേശ നയത്തിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് 3 മാർക്കിൻ്റെ ഏരിയയിൽ സ്ഥിരമായി ചോദിച്ച് കാണാറുള്ള ചോദ്യമാണ്. 3 മാർക്കിൻ്റെ ഏരിയയിൽ സ്ഥിരം ചോദിച്ച് കാണാറുള്ള ചോദ്യമാണ് നെഹ്റുവിൻ്റെ വിദേശ നയത്തിൻ്റെ പ്രത്യേകതകൾ. നിങ്ങൾ ഇത് നോക്കുമ്പോൾ പൊരുതി നേടിയ സ്വാതന്ത്ര്യവും പരമാധികാരവും സംരക്ഷിക്കുക, രാജ്യത്തിൻ്റെ ഭൂപരമായ ഐക്യം സംരക്ഷിക്കുക, ത്വരിതഗതിയിലുള്ള സാമ്പത്തിക വികസനത്തെ പരിപോഷിപ്പിക്കുക. 3 മാർക്കിന് 3 പോയിന്റ് എഴുതിയാൽ, ഞാൻ ഈ പറഞ്ഞ 3 പോയിന്റ് എഴുതിയാൽ നിങ്ങൾക്ക് 3 മാർക്ക് തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി പഞ്ചശീല തത്വങ്ങളും അന്ന് അക്കാലത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് ലീഗായിരുന്ന ചൈനീസ് ലീഗിൻ്റെ പേര് എന്തായിരുന്നു, അത് ഓർത്താൽ ഞാൻ പറയാം കേട്ടോ, നിങ്ങൾ ഓർത്താൽ ഞാൻ പറയാം. ഏതായാലും പഞ്ചശീല തത്വങ്ങൾ നമ്മൾ നോക്കാം. ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചൈനീസ് പ്രധാനമന്ത്രിയും തമ്മിൽ ഉണ്ടാക്കിയ ഒരു കരാറാണ്. അതിൽ രാജ്യങ്ങളുടെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക. ഒന്ന്, രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സ്നേഹവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പുലർത്തുക എന്നിങ്ങനെയുള്ള ഈ പോയിന്റ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഇന്ത്യ ചൈന ബന്ധം എസ് ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എസ് എ ക്വസ്റ്റ്യൻ എന്തായാലും ഒരു 3 എണ്ണം കാണും. 2 എണ്ണം ആയിരിക്കും നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. അത് ആ 3 എണ്ണത്തിൽ ഒരു ചോദ്യം മിക്കവാറും ഇതായിരിക്കും. എന്താണ് ഇന്ത്യ ചൈന ബന്ധം, പിന്നെ അതെങ്ങനെയാണ് ഇന്ത്യ ചൈന ബന്ധം വഷളാകുന്നത്, അങ്ങനെയൊക്കെയുള്ള പുറത്തുണ്ട്. ടിബറ്റൻ പ്രശ്നം 1950 ടിബറ്റൻ പ്രശ്നം നിങ്ങൾക്ക് ഒരു 3 മാർക്കിൻ്റെ രീതിയിലേക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. നമുക്ക് നോക്കാം. 1950 ചൈന ടിബറ്റ് പിടിച്ചെടുത്തു. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ഇന്ത്യക്കും ചൈനയ്ക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് ബന്ധം അതിലൂടെ ഇല്ലാതായി. ടിബറ്റൻ സംസ്കാരത്തെ ചൈന അടിച്ചമർത്തുന്നതിൽ ഇന്ത്യ പ്രതിഷേധിച്ചു. 1959 ദലൈലാമ ഇന്ത്യയിൽ അഭയം തേടി. ഇന്ത്യ ചൈന ബന്ധം വഷളാകാൻ ഇത് കാരണമായി. നമ്മൾ ആദ്യം നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇന്ത്യ ചൈന ബന്ധം വഷളാന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഈ പഞ്ചശീല തത്വങ്ങളിൽ നമ്മൾ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പിന്നെ ചൈനീസ് ലീഗ് ആയിരുന്ന അവിടുത്തെ പ്രധാനമന്ത്രി, ഇപ്പം പേര് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല, ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്, നോക്കട്ടെ. അവർ തമ്മിലൊരു കരാറുണ്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞില്ല പഞ്ചശീല തത്വങ്ങൾ. അതിൽ ഒരു കരാർ നിങ്ങൾ നോക്കുക. ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക എന്നൊരു കരാറിൽ 2 കൂട്ടരും ഇന്ത്യയെ ഒപ്പുവെച്ചിരുന്നു, ചൈനയെ ഒപ്പുവെച്ചിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ചൈന എന്ത് ചെയ്തു, ടിബറ്റിനെ ആക്രമിച്ചപ്പോൾ എന്ത് ചെയ്തു, അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന് ടിബറ്റിനെ ആക്രമിക്കുന്നതിൽ ചൈനയോട് എതിർപ്പുണ്ടായി. അങ്ങനെ 1959 ടിബറ്റിലെ ഭരണാധികാരിയായിരുന്ന ദലൈലാമ ഇന്ത്യയിൽ അഭയം തേടി. ഇത് ചൈന വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് ചൈന ആരോപിച്ചത്. ചൈനയുടെ ആഭ്യന്തര കാര്യമായിരുന്നു ടിബറ്റൻ വിഷയം, അതിൽ ഇന്ത്യ ഇടപെട്ടു എന്ന് വാദിച്ച് അങ്ങനെയാണ് ഇത് യുദ്ധത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. 1962 ഇന്ത്യ ചൈന യുദ്ധമൊക്കെ വരുന്നുണ്ട്. ഇതും നിങ്ങൾക്ക് രസം. ഇന്ത്യയുടെ അധീനതയിൽ ആഗസ്റ്റിൻ അരുണാചൽ പ്രദേശങ്ങളുടെ ചൈന അവകാശം ഉന്നയിച്ചു എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് പോയിന്റ്സ് ഒക്കെ ഉണ്ടുകൊണ്ട് യുദ്ധത്തിൻ്റെ ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് പോകാനാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധിക്കുക. ഞാൻ മെയിനായിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രമാണ് കൂടുതൽ പറയുന്നത്. ഇന്ത്യയുടെ ആണവ നയം 2 മാർക്കിൻ്റെ ഏരിയയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുടെ ആണവ നയത്തെക്കുറിച്ച് ചോദിക്കാൻ, ഇന്ത്യ ആണവായുധം ആദ്യം പ്രയോഗിക്കില്ല. ഇന്ത്യ നോട്ട് യൂസ് ഇന്ത്യ ആണവായുധം ആദ്യം ഉപയോഗിക്കുന്നത്. ഇന്ത്യ ആണവായുധം എന്ത് ചെയ്യില്ല, മറ്റൊരു രാജ്യം ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ ഇന്ത്യ ആണവായുധം ഉപയോഗിക്കുകയുള്ളൂ. ആണവായുധം ഇല്ലാത്ത രാജ്യത്തിന് മേൽ ഇന്ത്യ ആണവായുധം ഉപയോഗിക്കില്ല. ആണവായുധം ഇല്ലാത്ത ഒരു രാജ്യമുണ്ടെങ്കിൽ ആ രാജ്യത്തിന് മേൽ എന്ത് ചെയ്യില്ല, ഇന്ത്യ ആണവായുധം ഉപയോഗിക്കില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടുത്ത പാഠത്തിലേക്ക് പോകണം. ചലഞ്ചസ് ടു ആൻഡ് റെസ്ട്രിക്ഷൻ ഓഫ് കോൺഗ്രസ് സിസ്റ്റം. കോൺഗ്രസ് വ്യവസ്ഥ, വെല്ലുവിളികളും പുനഃസ്ഥാപനവും. ഇതിൽ നമുക്ക് ചോദിക്കാൻ ചോദ്യമുള്ളതാണ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം മുഴക്കിയ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. 1 വേർഡിൻ്റെ സെക്ഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം മുഴക്കിയ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
വൺ വേർഡിൻ്റെ സെക്ഷനിലൊക്കെ ചോദിച്ച് കാണാവുന്നൊരു ചോദ്യം തന്നെയാണ്. കോൺഗ്രസ് ഇതരത്വം, അതും വൺ വേർഡ്. നോൺ കോൺഗ്രസിസം, കോൺഗ്രസ് ഇതരത്വം, അത് നിങ്ങൾക്ക് 1 മാർക്കിൻ്റെ ചോദിക്കും. അത് ഇന്ദിരാഗാന്ധിയാണ്. കോൺഗ്രസ് ഇതരത്വം ഇന്ദിരാഗാന്ധിയാണ്. ഇനി 1967 തെരഞ്ഞെടുപ്പ് ഫലം, 1967 തെരഞ്ഞെടുപ്പ് ഫലം ചോദിച്ച് കാണാറുണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. 4 to 5 മാർക്കിന്, സോറി 4 ഒരു മിനിറ്റ് ഒന്നുകൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. 3, 4, 5 മാർക്കിൻ്റെ ഏരിയയിൽ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് 1967 തെരഞ്ഞെടുപ്പ് ഫലം. ഒന്ന്, ലോകസഭയിൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടി. 9 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഭരണം നഷ്ടമായി. പ്രതിപക്ഷ കക്ഷികൾ നില മെച്ചപ്പെടുത്തി. മുന്നണി ഗവൺമെൻറ്റുകൾ രൂപീകരിച്ചു. കൂട്ടുകക്ഷി സമ്പ്രദായം നിലവിൽ വന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം കൂറുമാറ്റം സർവ്വസാധാരണമായി. അങ്ങനെ ഈ 1967 ഇലക്ഷന് ശേഷമാണ് കോൺഗ്രസ് എന്ത് ചെയ്യുന്നത്, സ്പ്ലിറ്റ് ആകുന്നത്. ഒന്ന്, ഇന്ദിരാ വിഭാഗം കോൺഗ്രസ് ആർ എന്നും സിൻഡിക്കേറ്റ് വിഭാഗം കോൺഗ്രസ് ഒ എന്നുമായി അറിയപ്പെടാൻ തുടങ്ങിയത്. 1967 ജനറൽ ഇലക്ഷന് ശേഷം എന്ത് ചെയ്തു, കോൺഗ്രസ് രണ്ടായിട്ട് പിരിഞ്ഞു. ഒന്ന് ഇന്ദിരാ വിഭാഗം, ഒന്ന് ഇന്ദിരാഗാന്ധി വിഭാഗം കോൺഗ്രസ് ആർ എന്നും സിൻഡിക്കേറ്റ് വിഭാഗം കോൺഗ്രസ് ഒ എന്നും വന്നു. അപ്പോൾ ഈ 1967 തെരഞ്ഞെടുപ്പ് ഫലം നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്, പഠിച്ചു വെച്ചോളൂ. 4 മാർക്കിന് 5 മാർക്കിൻ്റെ കീഴിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. 1969 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് സ്പ്ലിറ്റ് ആയത്? ഇന്ദിരാ വിഭാഗം കോൺഗ്രസ് ആർ എന്നും സിൻഡിക്കേറ്റ് വിഭാഗം കോൺഗ്രസ് ഒ എന്നും വരാൻ കാരണമായതിന് ചില കാരണങ്ങളുണ്ട്. അതിന് കാരണം നമുക്ക് നോക്കാം. അതിന് 1969 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് അതിന് കാരണമായത്. ഇത് നോക്കാം. സക്കീർ ഹുസൈൻ്റെ മരണശേഷം പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വന്നു. 1969 1969 ഇന്ത്യയിൽ പ്രസിഡന്റ് ഇലക്ഷൻ വരുന്നത്, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വരുന്നത്. നമുക്ക് നോക്കാം പോയിന്റ്സ്. സക്കീർ ഹുസൈൻ്റെ മരണശേഷം പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വന്നു. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി നീലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു. BB ഗിരി ഇന്ദിരാപക്ഷ സ്ഥാനാർത്ഥി. അതായത് ഇവർ പിരിയാൻ കാരണമായത്, അത് കോൺഗ്രസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആകാൻ കാരണമായത് കോൺഗ്രസിൻ്റെ സിൻഡിക്കേറ്റ് വിഭാഗമായിരുന്നു ഔദ്യോഗിക വിഭാഗം. ഈ കോൺഗ്രസിൻ്റെ സിൻഡിക്കേറ്റ് വിഭാഗം പറഞ്ഞു രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ആര് മത്സരിക്കും, നീലം സഞ്ജീവ് റെഡ്ഡി മത്സരിക്കുമെന്ന്. എന്നാൽ ഇന്ദിരാഗാന്ധി പറഞ്ഞു ഇന്ദിരയുടെ പക്ഷത്തെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഇന്ദിരാഗാന്ധി ആരെ സജസ്റ്റ് ചെയ്തു, VV ഗിരിനെ സജസ്റ്റ് ചെയ്തു. പാർട്ടി നീലം സഞ്ജീവ് റെഡ്ഡിക്ക് വോട്ട് ചെയ്യാൻ വിപ്പ് നൽകി. പാർട്ടി എന്ത് ചെയ്തു, തങ്ങളുടെ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു നീലം സഞ്ജീവ് റെഡ്ഡിക്ക് എന്ത് ചെയ്യാൻ, വോട്ട് നൽകാൻ പാർട്ടി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു. ഇന്ദിരാഗാന്ധി മനസാക്ഷി വോട്ടിന് ആഹ്വാനം ചെയ്തു. ഇന്ദിരാഗാന്ധി പറഞ്ഞു നിങ്ങൾക്ക് ആർക്കാണോ, അപ്പോൾ പാർട്ടി എന്ത് പറഞ്ഞു, നീലം സഞ്ജീവ് റെഡ്ഡിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞെങ്കിൽ ഇന്ദിരാഗാന്ധി പറഞ്ഞു മനസാക്ഷി വോട്ടിന് മതി, നിങ്ങളുടെ മനസാക്ഷി ആർക്കാണോ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നത് അവർക്ക് വോട്ട് ചെയ്യുക. തെരഞ്ഞെടുപ്പിൽ VV ഗിരി വിജയിച്ചു. ഇന്ദിരാപക്ഷ സ്ഥാനാർത്ഥിയായിരുന്നു VV ഗിരി വിജയിച്ചു. പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി നീലം സഞ്ജീവ് റെഡ്ഡി പരാജയപ്പെട്ടു. പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി സിൻഡിക്കേറ്റ് വിഭാഗത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി നീലം സഞ്ജീവ് റെഡ്ഡി പരാജയപ്പെട്ടു. അങ്ങനെ കോൺഗ്രസ് പാർട്ടി പിളർന്നു. ഔദ്യോഗിക വിഭാഗം കോൺഗ്രസ് ഒ എന്നും ഇന്ദിരാ വിഭാഗം കോൺഗ്രസ് ആർ എന്നും അറിയപ്പെടും. റിക്വസ്റ്റിനിസ് അങ്ങനെ എന്തോ ആണ് അറിയപ്പെടുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് നോക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് 6ാം പാഠം, ജനാധിപത്യ ക്രമത്തിൻ്റെ പ്രതിസന്ധി, ദ ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. നമ്മളിതിൽ നോക്കുമ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമുക്ക് ഇതിലൊരു നിങ്ങൾക്കൊരു എസ് എ ക്വസ്റ്റ്യൻ്റെ സ്ഥാനത്ത് ഒരു 8 മാർക്കിൻ്റെ നിങ്ങൾക്കുണ്ട്. അതിൽ ഒരു ചോദ്യം ഇത് തന്നെയായിരിക്കും. ഞാൻ ഷുവറായിട്ടും പറഞ്ഞു, 100% പ്രെഡിക്റ്റ് ആയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ചോദ്യത്തിൻ്റെ ഭാഗത്തിൽ ഈ ചോദ്യം പ്രതീക്ഷിക്കാം. ഏതാണ് ചോദ്യം എന്നാൽ 1975 ഇപ്പോൾ 1977 കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലഘട്ടമായിരുന്നു. എമർജൻസി പീരീഡ് ആയിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഈ അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിക്കാനുണ്ടായ കാരണങ്ങൾ, 1975 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ കാരണങ്ങളാണ് ഇനി ചോദിക്കുന്നത്. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ട്. 1975 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ കാരണം ഞാൻ ജസ്റ്റ് പോയിന്റ് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് 8 മാർക്ക് കിട്ടണമെങ്കിൽ എക്സ്പ്ലെയിൻ നിർബന്ധമാണ്. ഒന്ന് നമുക്ക് നോക്കാം. സാമ്പത്തിക പശ്ചാത്തലം, അഴിമതി, രാഷ്ട്രീയ ബഹുജന പ്രക്ഷോഭങ്ങൾ, ഗുജറാത്തിലെയും ബീഹാറിലെയും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, അലഹബാദ് ഹൈക്കോടതി വിധി, പിന്നെ ജുഡീഷ്യറിയുമായുള്ള ഏറ്റുമുട്ടൽ,
ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം, 1964 റെയിൽവേ പണിമുടക്ക് എന്നിങ്ങനെ ഒരു 7 പോയിന്റുകളുണ്ട്. അതാണ് ആ ഒരു പാഠം മൊത്തം. ആ ഒരു പാഠം ഫുൾ എന്താണ്, ഇത് തന്നെയാണ്. ആ ഒരു പാഠത്തിൽ നമ്മൾ നോക്കുമ്പോൾ വേറൊരു ചോദ്യം തന്നെ ചോദിക്കാൻ സാധ്യത ഉള്ളത് ഇല്ല ആ ഒരു പാഠത്തിൽ. പിന്നെ അടുത്തൊരു ചോദ്യം ചോദിക്കണം ആ ഭാഗത്തിൽ, ഈ ഒരു എസ് എ ക്വസ്റ്റ്യനും പിന്നെ ആ പാഠത്തിൽ വേറൊരു ചോദ്യം മാത്രമേ ഒന്ന് ജനതാ പാർട്ടിയുടെ പരാജയം, ജനതാ ഗവൺമെന്റിന്റെ പരാജയത്തിനുള്ള കാരണം. ഇത് 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എന്ത് ചെയ്തു, ജനതാ ഗവൺമെന്റ് ആണ് അധികാരത്തിൽ വരുന്നത്. വൻ ഭൂരിപക്ഷത്തിലേക്കായിരുന്നു അധികാരത്തിൽ വന്നെന്നാൽ 1.5 വർഷം കൊണ്ട് മന്ത്രിസഭ താരപ്പോയി. ജനതാ ഗവൺമെന്റ് പരാജയപ്പെടേണ്ട കാരണം നമുക്ക് നോക്കാം. ഒരു കൂട്ടം പാർട്ടിയുടെ ഒരു കൂട്ടമായിരുന്നു ജനതാ ഗവൺമെന്റ്. ഈ ജനതാ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപാട് പാർട്ടികൾ അക്കാലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി എന്താണ്, ഒറ്റ പാർട്ടിയാണ്. ഭരണം കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരു ഘടകകക്ഷി പാർട്ടികളുടെ പിന്തുണ ഇല്ലാതെ തന്നെ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്യുമായിരുന്നു, ഇന്ത്യ ഭരിക്കുമായിരുന്നു കോൺഗ്രസിന്റെ ഒറ്റയൊരു പിൻബലത്തിൽ. എന്നാൽ ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് ഒരു കൂട്ടം പാർട്ടിയുടെ ഒരു കൂട്ടമായിരുന്നു. ഒരു കൂട്ടം പാർട്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപാട് ചെറിയ പാർട്ടികളുടെ ഒരു കൂട്ടമായിരുന്നു ജനതാ ഗവൺമെന്റ്. വ്യക്തമായ ദിശാബോധമോ നേതൃത്വമോ ഒരു പൊതുപരിപാടിയോ പാർട്ടിക്കുണ്ടായിരുന്നില്ല. കോൺഗ്രസ് നയങ്ങളിൽ നിന്ന് മൗലികമായ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് എന്ത് നയമാണോ സ്വീകരിച്ചത് അതിൽ നിന്ന് കാര്യമായിട്ടൊരു മാറ്റം ജനതാ ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ല. ജനതാ പാർട്ടിക്കകത്ത് അധികാര വടംവലി, പിളർപ്പ്, അരുമ എന്നാണ്. ചരൺ സിംഗിനെ പോലുള്ള നേതാക്കൾ പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി എന്ത് ചെയ്തു, കൂടെയുള്ളവർ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ തുടങ്ങി, എതിർപ്പും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഞാൻ ആദ്യമേ പറഞ്ഞു എന്താണ് ജനതാ ഗവൺമെന്റ് എന്ന് പറയുവാണെങ്കിൽ ഒരു ഒറ്റ പാർട്ടി അല്ല. കോൺഗ്രസ് പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഒക്കെ അധികാരത്തിൽ വന്ന പോലെ ഒരു ഒറ്റ പാർട്ടിയായിട്ട് അധികാരത്തിൽ വന്നതല്ല. പകരം ഒരു കൂട്ടം ഇന്ത്യയിലെ ഒരുപാട് ചെറിയ പാർട്ടികളുടെ സഹായത്തോടു കൂടി ഒരു മഹാസഖ്യം രൂപീകരിച്ച് അധികാരത്തിൽ വന്ന ഒരു പാർട്ടിയാണ് ജനതാ പാർട്ടി എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഒരുപാട് പാർട്ടികളുടെ ഒരു കൂട്ടമാകുമ്പോൾ ഒരുപാട് പാർട്ടി എന്നുള്ള നേതാക്കൾ കാണും. അവർക്കെല്ലാം ഓരോ അഭിപ്രായങ്ങൾ കാണും. അവർക്ക് പ്രധാനമന്ത്രി ആവണം, ഇവർക്ക് പ്രധാനമന്ത്രി ആണെന്നൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണും. അങ്ങനെയുള്ളവ പരാജയത്തിലേക്ക് നയിച്ചു. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു ഡിസ്കസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 7ാം പാഠത്തിലേക്കാണ് ജനകീയ പ്രക്ഷോഭങ്ങളുടെ ഉദയം, റൈസസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ്സ് എന്ന. അതിൽ നമുക്ക് നോക്കാനുള്ളത്, ഇതിൽ ഞാനൊരു 3 ചോദ്യം പറയാം. ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്കൊരു 3, 4, 5 മാർക്കിൻ്റെ സെക്ഷനിൽ ഞാൻ ഈ പറയാൻ പോകുന്ന 3 ചോദ്യങ്ങളിൽ ഒരെണ്ണം നിങ്ങൾക്ക് എന്തായാലും തന്നെ പ്രതീക്ഷിക്കാം. 4 എണ്ണം ഉണ്ട്, അതിലെന്തായാലും നിങ്ങൾക്ക് ഒരെണ്ണം പ്രതീക്ഷിക്കാവുന്നതാണ്. ആ പാഠത്തിൽ ആ 4 എണ്ണം മാത്രമേ പ്രധാനപ്പെട്ടതുള്ളൂ. ആ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം പരീക്ഷിക്കുക. ഒന്ന് ചിപ്കോ പ്രസ്ഥാനം, ഒന്ന് ചാരായ വിരുദ്ധ പ്രസ്ഥാനം, ഒന്ന് ദളിത് പാന്തേഴ്സ്, പിന്നെ നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. സമയം ഒരുപാട് നമ്മൾ ഡിലേ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ നമ്മൾ പോകുന്നത്. ഇനി 8ാം പാഠത്തിലേക്ക് പോയാൽ പ്രാദേശിക അഭിലാഷങ്ങൾ എന്ന പാഠത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ചോദിക്കാനുള്ള കാശ്മീർ പ്രശ്നം, കാശ്മീരിൻ്റെ ആന്തരികവും ബാഹികവുമായ പ്രശ്നങ്ങൾ. കാശ്മീരിൻ്റെ ബാഹ്യ പ്രശ്നങ്ങൾ നമുക്ക് നോക്കാം. കാശ്മീർ ഇന്ത്യയുടെ അവിഭാജിക പ്രദേശമായിരുന്നു എന്നാണ് ഇന്ത്യയുടെ ഉറച്ച നിലപാട്. കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രദേശമാണെന്നാണ് ഇന്ത്യയുടെ നിലപാട്. കാശ്മീർ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പാകിസ്ഥാൻ വാദിച്ചു. കാശ്മീരിന്റെ ചില പ്രദേശങ്ങൾ പാകിസ്ഥാന്റെ സഹായത്തോടെ ചൈന കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ബാഹ്യ പ്രശ്നങ്ങൾ. ഇനി ആന്തരിക പ്രശ്നങ്ങളുണ്ട്. ഇതെന്തായാലും നിങ്ങൾക്കൊരു 4 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ഏരിയയിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കാശ്മീരിന്റെ ബാഹ്യവും ആന്തരികവുമായ പ്രശ്നങ്ങൾ. ആന്തരിക പ്രശ്നങ്ങൾ നോക്കാം. കാശ്മീർ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണെന്ന് ചില വിഘടനവാദികൾ ആവശ്യപ്പെട്ടു. കാശ്മീർ ഇന്ത്യയുടെ ഭാഗവുമല്ല, പാകിസ്ഥാന്റെ ഭാഗവുമല്ല, ഒരു രാജ്യത്തിന്റെ ഭാഗവുമല്ല, ഒരു സ്വതന്ത്ര രാജ്യമാണെന്നാണ് ചില വിഘടനവാദികൾ വാദിച്ചത്. മറ്റൊരു വിഭാഗം തങ്ങൾക്ക് പാകിസ്ഥാന്റെ കൂടെ ലയിക്കണമെന്ന്. അത് ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ ഇന്ത്യയിൽ പ്രിൻസിലി സ്റ്റേറ്റുകളായിരുന്നു, ഓരോ നാട്ടുരാജ്യങ്ങളായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇവർക്ക് 3 ഓപ്ഷൻ കൊടുത്തിട്ടാണ് പോയത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ യൂണിയന്റെ കൂടെ ചേരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം,
പാകിസ്ഥാൻ യൂണിയൻ്റെ കൂടെ ചേരാം, അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് നിലനിൽക്കാം. അപ്പം എന്ത് ചെയ്തു, ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കണമെന്ന് വിഘടനവാദികൾ വാദിച്ചപ്പോൾ ചിലർ പറഞ്ഞു പാകിസ്ഥാൻ്റെ യൂണിയനിൽ ചേരണം, എന്നാൽ ചിലർ പറഞ്ഞു ഇന്ത്യൻ യൂണിയനിൽ തുടരണമെന്ന്. ഒരുപാട് ചിലർ പറഞ്ഞു നമുക്ക് സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കാം, ചിലർ പറഞ്ഞു പാകിസ്ഥാൻ്റെ യൂണിയനിൽ ചേരണം, പിന്നെ ചിലർ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യൻ യൂണിയനിൽ തന്നെ നിലനിൽക്കാമെന്ന്. ഇനി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആണ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്, പഠിച്ചു വെച്ചോളൂ. സിഖ് വിരുദ്ധ കലാപം. ഇനി നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു 4 മാർക്കിൻ്റെ ഏരിയയിൽ ചോദിക്കാൻ സാധ്യത, 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ഏരിയയിൽ ചോദിക്കാൻ ഒരു 90-95% ചാൻസ് ഉള്ള ചോദ്യമാണ് രാജീവ് ഗാന്ധി ലോങ്ങോവാൾ ഉടമ്പടി, പഞ്ചാബ് ഉടമ്പടി. രാജീവ് ഗാന്ധി ലോങ്ങോവാൾ ഉടമ്പടിയാണ് പഠിക്കാനുള്ളത്. അത് ചോദ്യം വരുന്നത് രാജീവ് ഗാന്ധി ലോങ്ങോവാൾ ഉടമ്പടി എന്നല്ല, പഞ്ചാബ് ഉടമ്പടി എന്നായിരിക്കും ചോദ്യം വരിക. നിങ്ങൾ പഠിച്ചുകൊള്ളുക. ഇപ്പോൾ ഒരുപാട് സമയം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കും ബുദ്ധിമുട്ടാണ്, വിദ്യാർത്ഥികൾക്കും അത് ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാലും പരീക്ഷയ്ക്ക് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടാൽ ഞാൻ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് നഷ്ടമില്ല, നിങ്ങൾക്ക് ഫുള്ള് കിട്ടും. നമ്മൾ 9ാം പാഠത്തിലേക്ക് പോകാം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമകാലിക സംഭവവാസങ്ങൾ. ഈ പാഠത്തിൽ നിങ്ങൾക്ക് ഒരു എസ്സേ ക്വസ്റ്റ്യൻ തന്നെ പ്രതീക്ഷിക്കാം. ഈ ഒരു എസ്സേ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ പറ്റിയൊരു ചോദ്യം തന്നെയാണ്. 1989 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പരാജയം. 1989 ഇന്ത്യയിൽ ഒരു ജനറൽ ഇലക്ഷൻ നടന്നു, അതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. എന്താണ് ആ പരാജയപ്പെടാനുണ്ടായ കാരണങ്ങൾ? കോൺഗ്രസിന്റെ 1989 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടാനുള്ള കാരണം നമുക്ക് നോക്കാം. ഒന്ന്, മണ്ഡൽ പ്രശ്നം, പുത്തൻ സാമ്പത്തിക നയം. ഒന്ന് മണ്ഡൽ പ്രശ്നമാണ്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ മണ്ഡൽ പ്രശ്നം എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, പുത്തൻ സാമ്പത്തിക നയം അത് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, ബാബറി മസ്ജിദ് സംഭവം അത് എക്സ്പ്ലെയിൻ ചെയ്യണം, രാജീവ് ഗാന്ധി വധം അത് എക്സ്പ്ലെയിൻ ചെയ്യണം, ഗുജറാത്ത് കലാപം. ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമാണ് എസ്സേക്കുള്ളതാവുള്ളൂ. ഞാൻ അറ്റ്ലീസ്റ്റ് പോയിന്റ് മാത്രമാണ് ആ പാഠത്തിൽ നിന്ന്, ആ ഒരു ചോദ്യം മാത്രം. ഈ ഒരു പാഠത്തിൽ നിന്ന് 1989 ജനറൽ ഇലക്ഷനിൽ എന്തുകൊണ്ട് കോൺഗ്രസ് പരാജയപ്പെട്ടു, ആ ഒരു കാരണം മാത്രമേ എന്തായാലും ആ പാഠത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. വേറെ ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ആ പാഠത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇനി 10ാം പാഠം, ഗീതസമരം. ഇതിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം തന്നെയാണ്, ശീതസമരം. നിങ്ങൾ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി ഒരു 3 മാർക്കിൻ്റെ ഏരിയയിൽ 1962 ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, ക്യൂബൻ മിസൈൽ പ്രതിസന്ധി നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം തന്നെയാണ് ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ക്യൂബ സോവിയറ്റ് യൂണിയൻ്റെ ഒരു സഖ്യരാഷ്ട്രമാണ്. സോവിയറ്റ് യൂണിയൻ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ റഷ്യയാണ്. ഒരു കാര്യം ഓർത്തിരിക്കുക, ഇന്നത്തെ റഷ്യയാണ് സോവിയറ്റ് യൂണിയൻ. ക്യൂബ സോവിയറ്റ് യൂണിയൻ്റെ ഒരു സഖ്യരാഷ്ട്രമായിരുന്നു. സോവിയറ്റ് യൂണിയൻ ക്യൂബയെ ഒരു റഷ്യൻ സൈനിക താവളമാക്കി മാറ്റി. 1982 സോവിയറ്റ് യൂണിയൻ ക്യൂബയിൽ അണുവായുധ മിസൈലുകൾ സ്ഥാപിച്ചു. ക്യൂബയിലേക്ക് മിസൈലുകൾ കൊണ്ടുവന്നിരുന്ന റഷ്യൻ കപ്പലുകൾ തടയാൻ അമേരിക്ക കന്നഡി നാവികസേനയ്ക്ക് കൽപ്പന പുറപ്പെടുവിച്ചു. റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു യുദ്ധം ആസന്നമായി ലോകത്തിന് തോന്നി. ഇത് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി അല്ലെങ്കിൽ ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്നറിയപ്പെട്ടു. ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയുടെ കാലത്ത് അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും നേതാക്കൾ, ഇത് വളരെ വൺ വേർഡിൻ്റെ സെക്ഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയുടെ കാലത്ത് അമേരിക്കയുടെയും പിന്നെ സോവിയറ്റ് യൂണിയൻ USSRൻ്റെയും നേതാക്കൾ. USA നമുക്ക് നോക്കാം. USA എന്താണ്? അമേരിക്കയാണ്. ഇതിൽ ജോൺ എഫ് കെന്നഡി ആണ് USAൻ്റെ. USSRൻ്റെ ആരാണ്? നികുതി കിഷേവ് അങ്ങനെ എന്തോ പേരിലാണ് അയാൾ അറിയപ്പെടുന്നത്. എനിക്ക് വ്യക്തമായൊരു നോട്ട് അത് അയാളുടെ പേരിനകത്ത് കാണുന്നില്ല. നികുതി കിഷേവ് അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ. നിങ്ങൾ നോക്കിക്കോളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ക്രോണോളജിക്കൽ ഓർഡറല്ല, നിങ്ങൾക്കൊരു ബ്രാക്കറ്റിലൊക്കെ ഇട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് മുതലാളിത്ത ചേരി, കമ്മ്യൂണിസ്റ്റ് ചേരി, ചേരിചേരാ നയം. മുതലാളിത്ത ചേരിയിൽ ഏതൊക്കെ രാജ്യമുണ്ടായിരുന്നു? കമ്മ്യൂണിസ്റ്റ് ചേരിയിൽ ഏതൊക്കെ രാജ്യമുണ്ടായിരുന്നു? ചേരിചേരാ നയത്തിൽ ഇന്ത്യയും ഒക്കെ ഉൾപ്പെടുന്നതാണ് ചേരിചേരാ നയം. അതിൽ ഏതൊക്കെ രാജ്യമുണ്ടായിരുന്നു നമുക്ക് നോക്കാം. മുതലാളിത്ത ചേരിയിലെ രാജ്യങ്ങളെ നമുക്ക് നോക്കുമ്പോൾ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, പോർച്ചുഗൽ. അമേരിക്ക, ഇറ്റലി. ഇനി എന്താണ് മുതലാളിത്ത ചേരി നമുക്ക് നോക്കുമ്പോൾ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, പിന്നെ പോർച്ചുഗൽ. കമ്മ്യൂണിസ്റ്റ് ചേരി നമ്മൾ നോക്കുമ്പോൾ സോവിയറ്റ് യൂണിയൻ, ഹംഗറി, ക്യൂബ, പോളണ്ട്, ഉക്രൈൻ.
ചേരിചേരായ്മയിൽ നമ്മൾ ചേരിചേരാ രാജ്യങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യ, ഈജിപ്ത്, ഇന്തോനേഷ്യ, യൂഗോസ്ലാവിയ. പിന്നെന്താ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് 4 മാർക്കിൻ്റെ സെക്ഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. നമുക്ക് നോക്കാം. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ശില്പികൾ 4 മാർക്കിൻ്റെ ഭാഗത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ശില്പികൾ നോക്കാം. ജവഹർലാൽ നെഹ്റു, ഇന്ത്യ. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ. ഗമാൽ അബ്ദുൽ നാസർ, ഈജിപ്ത്. മാർഷൽ ടിറ്റോ, യൂഗോസ്ലാവിയ. സുർക്കാണോ, ഇന്തോനേഷ്യ. ക്വാമി ക്യൂമ, ഗ്വാന എന്നിവരാണ് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ശില്പികളായിട്ട് അറിയപ്പെടുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദിക്കാൻ സാധ്യതയുള്ളൊരു 1 വേർഡിനൊക്കെ LTBT, NPT എന്നിവ തന്നിട്ട് എൻ്റെ ഫുൾ ഫോം ചെയ്യും. LTBT എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി. NPT എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ നോൺ പ്ലോറിലേഷൻ ട്രീറ്റി. SALT എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്സ്. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് ആംസ് റെഡ്യൂഷൻ ട്രീറ്റി. CTBT എന്ന് പറഞ്ഞാൽ കോംപ്രഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി. എന്നിങ്ങനെ നിങ്ങൾക്ക് കുറച്ച് പഠിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ പകുതി പാഠം മാത്രമാണ്, നമ്മൾ ഈ 35 മിനിറ്റ് ആകും പകുതി പാഠം മാത്രമാണ്. ഇനിയും പകുതി പാഠങ്ങൾ നമ്മൾ കടക്കുകയാണ്. നമുക്ക് നോക്കാം, ബാക്കിയും കൂടെ പാഠം നമുക്ക് നോക്കാം. 11 പാഠമാണ് ഇരിതവക്രവത്തിൻ്റെ അന്ത്യം. ഇതിൽ നിങ്ങൾക്കൊരു സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ SA ഭാഗമാണ്. SA ചോദ്യമാണ്. SAയുടെ ഭാഗത്ത് പ്രതീക്ഷിക്കാം. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം. USSRന്റെ തകർച്ചയ്ക്കുള്ളതാണ്. സാമ്പത്തിക കാരണം, രാഷ്ട്രീയ കാരണം, പിന്നെ പിന്നെ 1 മിനിറ്റ് നോക്കട്ടെ. സാമ്പത്തിക കാരണവും രാഷ്ട്രീയ കാരണവും പിന്നെ സൈനിക കാരണം. ഓക്കെ, ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ്. അതിൽ നിങ്ങൾക്ക് ഗോബച്ചേവിൻ്റെ ഭരണപരിഷ്കാരങ്ങളുണ്ട്. ഇനി നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു 3 മാർക്കിൻ്റെ ഏരിയയിലൊക്കെ ഒരു 3 മാർക്ക് 1 വേർഡ് അല്ല 3 മാർക്കിൻ്റെ ഏരിയയിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഷോക്ക് തെറാപ്പി, ഷോക്ക് ചികിത്സ എന്താണെന്ന് നമുക്ക് നോക്കാം. സോഷ്യലിസ്റ്റ് സംവിധാനത്തിൽ നിന്നും മുതലാളിത്ത സംവിധാനത്തിലേക്കുള്ള മാറ്റമാണ് ഷോക്ക് തെറാപ്പി. സോഷ്യലിസ്റ്റ് സംവിധാനത്തിൽ നിന്നും മുതലാളിത്ത സ്വഭാവത്തിലേക്കുള്ള മാറ്റമാണ് ഷോക്ക് തെറാപ്പി. ഇനി ഷോക്ക് തെറാപ്പിയുടെ പ്രത്യേകതകളുണ്ട്. റഷ്യയുടെ വൻ വ്യവസായ സ്ഥാപനങ്ങൾ തകർന്നടിഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും വലിയ പാഴ്വസ്തു വിൽപ്പന, റൂബിളിൻ്റെ മൂല്യം ഇടിഞ്ഞു. റഷ്യയുടെ വ്യാപാര സംവിധാനമാകെ തകർന്നു. കൂട്ടുകൃഷി സമ്പ്രദായം അവസാനിച്ചു. സർക്കാർ സബ്സിഡി പിൻവലിച്ചു. സാമൂഹ്യക്ഷേമ സംവിധാനം നശിച്ചു. സാമ്പത്തിക അസമത്വം വർദ്ധിപ്പിച്ചു. IMFൻ്റെ ലോകബാങ്കിൻ്റെ സ്വാധീനം വർദ്ധിച്ചു. എന്നിങ്ങനെ ഉള്ള പോയിന്റ്സാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടതാണ്. 3 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ചോദ്യമാണ്. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോകുമ്പം 12 പാഠമാണ് ലോകരാഷ്ട്രീയത്തിലെ അമേരിക്കൻ ആധിപത്യമാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം തന്നെയാണ്. ഇതിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 4 ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ഒരു മാച്ച് ദ ഫോളോയിങ് ഒക്കെ പോലെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ഇപ്പം ഞാൻ +2 പഠിച്ചിറങ്ങുമ്പോൾ കഴിഞ്ഞ വർഷം 2024 ഞാൻ +2 പഠിച്ചിറങ്ങുന്നത്. അപ്പോൾ അവിടെ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്, അടുത്തൊരു ചോദ്യം തന്നെയായിരുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഒന്ന് പുതിയ ലോകക്രമത്തിൻ്റെ ആരംഭം, ഒന്ന് ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം, ഓപ്പറേഷൻ ഇൻഫിനിറ്റി റിച്ച്, ഓപ്പറേഷൻ എൻഡ്യൂറിങ് ഫ്രീഡം, ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്നെ നോക്കാം. 1ാം ഗൾഫ് യുദ്ധം, സ്മാർട്ട് ബോംബ്, കമ്പ്യൂട്ടർ യുദ്ധം, വീഡിയോ ഗെയിം യുദ്ധം. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോമിനെ പല പേരുകളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ സ്മാർട്ട് ബോംബ്, കമ്പ്യൂട്ടർ യുദ്ധം, വീഡിയോ ഗെയിം യുദ്ധം എന്നൊക്കെ ചോദിച്ചാലും ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോമാണ്. ഓപ്പറേഷൻ ഇൻഫിനിറ്റി റിച്ച് എന്താണ്? സുഡാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ അൽഖ്വയ്ദ താവളങ്ങൾക്ക് നേരെയുള്ള അമേരിക്കയുടെ ആക്രമണമാണ്. സുഡാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ അൽഖ്വയ്ദ താവളങ്ങൾക്കെതിരെയുള്ള അമേരിക്കയുടെ ആക്രമണമാണ് ഓപ്പറേഷൻ ഇൻഫിനിറ്റി റിച്ച്. ഓപ്പറേഷൻ എൻഡ്യൂറിങ് ഫ്രീഡം നോക്കുന്നത് സെപ്റ്റംബർ 11 ഭീകരവാദ ആക്രമണത്തിനെതിരെ അമേരിക്കൻ നടപടി. സെപ്റ്റംബർ 11 ഭീകരവാദ ആക്രമണത്തിനെതിരെ അമേരിക്കൻ നടപടിയാണ് ഓപ്പറേഷൻ എൻഡ്യൂറിങ് ഫ്രീഡം. ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഇറാഖിനെതിരെയുള്ള നടപടി. ഇറാഖിനെതിരെ 2ാം ഗൾഫ് യുദ്ധം, 2ാം ഗൾഫ് വാർ എന്നറിയപ്പെടുന്നതാണ് എന്ത് ചെയ്യുന്നത് ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം എന്ന് പറഞ്ഞത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു SAയുടെ ഭാഗത്ത് വരാൻ ചോദ്യമാണ്
എസ്സയുടെ ഭാഗത്ത് നിന്ന് ചോദ്യമാണ്. അമേരിക്കൻ ആധിപത്യത്തിന്റെ സവിശേഷതകൾ, പ്രത്യേകതകൾ: കർക്കശകരമായ മേധാവിത്വം, മൃദുലാധികാരം എന്ന മേധാവിത്വം, ഘടനാപരമായ ഹിംശക്തി എന്ന മേധാവിത്വം. നിങ്ങളത് എസ്സയുടെ ഭാഗ്യമാണ്. ഈ 3 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 മാർക്കിൽ 3 മാർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇപ്പം ജസ്റ്റ് പാസ്സൊക്കെ മതി എന്നുള്ളവർക്ക് മതിയാവും, പക്ഷെ എന്നാലും നല്ല മാർക്ക് വേണ്ടതെന്നുള്ളത് പഠിച്ചോളൂ. ഇനി ചാപ്റ്റർ 13 ബദലധികാര കേന്ദ്രങ്ങൾ. ഇതിൽ നിങ്ങൾക്കൊരു യൂറോപ്യൻ യൂണിയന്റെ അധികാരം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനാണ്. സാമ്പത്തികം, രാഷ്ട്രീയം, സൈനികം. സാമ്പത്തികം നമുക്ക് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് വ്യവസ്ഥയാണ് GDP, $12 ട്രില്യൺ. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് വ്യവസ്ഥയാണ് GDP, $12 ട്രില്യൺ. യൂറോ കറൻസി അമേരിക്കൻ ഡോളറിനെ ഭീഷണിയാകാൻ കഴിയും. ലോക വ്യാപാരത്തിൽ യൂറോപ്യൻ യൂണിയന്റെ പങ്ക് അമേരിക്കയുടെ 3 ഇരട്ടിയാണ്. ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സാമ്പത്തിക സ്വാധീനം വർദ്ധിക്കുന്നു. രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയന് ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുണ്ട്. നേറ്റോയിലെ അംഗത്വം. ബ്രിട്ടനും ഫ്രാൻസും ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിര അംഗങ്ങളാണ്. വീറ്റോ അധികാരമുണ്ട്. അമേരിക്കയുടെ പല നയങ്ങളും സ്വാധീനിക്കാൻ സാധിക്കും. നേറ്റോ നെക്സ്റ്റ് വഴി നമ്മൾ നോക്കുമ്പോൾ നേറ്റോയിലെ അംഗത്വമാണ്. ഇനി സൈനികം നോക്കുമ്പോൾ സൈനിക ശക്തിയിൽ 2ാം സ്ഥാനത്താണ് ആരുള്ളത്? സൈനിക ശക്തിയിൽ 2ാം സ്ഥാനത്താണ് ആരുള്ളത്? യൂറോപ്യൻ യൂണിയൻ ഉള്ളത്. സൈനിക ചെലവിൽ 2ാം സ്ഥാനം. ബ്രിട്ടനും ഫ്രാൻസും അണുവായുധ ശക്തിയിൽ, ബഹിരാഷ്ട്ര സാങ്കേതികവിദ്യ, കമ്മ്യൂണിക്കേഷൻ എന്നിവയിൽ യൂറോപ്യൻ യൂണിയൻ 2ാം സ്ഥാനമുണ്ട്. ഇനിയിപ്പം ആ പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം, ഇനിയിപ്പോൾ ചോദിക്കാൻ ASEAൻ്റെ 3 സ്തംഭങ്ങൾ ചോദിക്കേണ്ട. ASEAN സുരക്ഷാ സമൂഹം, ASEAN സാമ്പത്തിക സമൂഹം, ASEAN സാമൂഹ്യ സാംസ്കാരിക സമൂഹം എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആ പാഠത്തിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കും. തുറന്ന വാതിൽ നയം, ഓപ്പൺ ഡോർ പോളിസിയാണ്. 1920 കമ്പോള സാമ്പത്തിക വ്യവസ്ഥ സ്വകാര്യവൽക്കരിക്കുകയാണ്. ഇത് ചൈനയുടെ സാമ്പത്തിക വ്യവസ്ഥ. ലോകത്തിന് മുമ്പിൽ ചൈന അടഞ്ഞ സാമ്പത്തിക വ്യവസ്ഥയായിരുന്നു അക്കാലത്ത് അത്രയും കാലം പിന്തുടരുന്നത്. അതെന്ത് ചെയ്തു? തുറന്ന സമ്പത്ത് വ്യവസ്ഥ, ലോകരാജ്യങ്ങളുമായുള്ള സമ്പത്ത് വ്യവസ്ഥ തുറന്നു കാട്ടാൻ തുടങ്ങിയത് എന്താണ്? തുറന്ന വാതിൽ നയം, ഓപ്പൺ ഡോർ പോളിസിയിലൂടെയാണ്. 1978 ശേഷമാണ് ഇതുണ്ടായത്. 14ാം പാഠത്തിന് മുമ്പ് സമകാലിക ദക്ഷിണേഷ്യ എന്ന പാഠത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കോപ്പറേഷനാണ്, സഹകരണം. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഗതാഗത സൗകര്യം വർദ്ധിക്കുന്നതായി പല അത് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് നമ്മൾക്ക് ഫുള്ള് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം, അതിൻ്റെ തർക്ക വിഷയങ്ങൾ. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധമുണ്ട്, തർക്ക വിഷയങ്ങളുണ്ട്. ഇന്ത്യ നേപ്പാൾ ബന്ധമുണ്ട്. ഇന്ത്യ ശ്രീലങ്ക ബന്ധമുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൂ LTT, ഒരു 1 വേർഡിൻ്റെ സെക്ഷൻ ചോദിക്കാൻ സാധ്യത. ലിബറലേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈഴം. ലിബറലേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈഴമാണ് LTTയുടെ ഫുൾ ഫോം. ശ്രീലങ്കയിലാണ്. ശ്രീലങ്കയിലെ വംശീയ കലാപം നിങ്ങൾക്കൊരു 3 മാർക്കിൻ്റെ ഏരിയയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ശ്രീലങ്കയിലെ വംശീയ കലാപം നമുക്ക് നോക്കാം. ശ്രീലങ്കയിലെ തമിഴ് വംശജർ സ്വാതന്ത്ര്യം അവകാശപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം തുടങ്ങി. സിംഹള ദേശീയവാദികൾ തമിഴ് വംശജർക്ക് എതിരായിരുന്നു. ശ്രീലങ്കയിലെ സിംഹളന്മാരുടേതാണെന്ന് അവർ വിശ്വസിച്ചു. സിംഹള ഭാഷ ഏക ഔദ്യോഗിക ഭാഷയാക്കി. തമിഴ് ദേശീയത ആളിക്കത്തി. തമിഴർക്ക് പ്രത്യേകം രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ട് LTT എന്ന സായുധ സേന രൂപീകരിച്ചു. ശ്രീലങ്കൻ സർക്കാരുമായി ഒരു ഇന്ത്യ കരാർ ഒപ്പുവെച്ചു. ശ്രീലങ്കയിലെ സ്ഥിതി ശാന്തമാക്കാൻ ഇന്ത്യ ഒരു പട്ടാളത്തെ നിയോഗിച്ചു. IPKF എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. IPKF എന്ന പട്ടാള സംഘടനയാണ് നിയോഗിച്ചത്. ശ്രീലങ്കയിലെ ഇന്ത്യൻ സൈന്യം ശ്രീലങ്കൻ തമിഴർക്ക് ഇഷ്ടമായില്ല. ശ്രീലങ്കയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യ ഇടപെട്ടു എന്ന് വികാരം ശക്തമായി. വംശീയ കലാപം വർഷങ്ങളോളം തുടർന്നു. LTTEയുടെ നേതാവായ വേലുപ്പള്ളി പ്രഭാകരനെ സൈന്യം വധിച്ചതോടുകൂടി പോരാട്ടം നയിച്ചു. ഇനി ഇന്ത്യ ഭൂട്ടാൻ ബന്ധമുണ്ട്. നിങ്ങൾക്ക് പഠിക്കാവുന്ന പഠിച്ച് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകും. ഇനി 15ാം പാഠത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അന്താരാഷ്ട്ര സംഘടനകളാണ്. ഇത് നമ്മൾ നോക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഘടകങ്ങൾ: പൊതുസഭ, രക്ഷാസമിതി, സാമ്പത്തിക സാമൂഹിക സമിതി, ട്രഷർഷിപ്പ് കൗൺസിൽ, സെക്രട്ടേറിയറ്റ്. എക്സ്പ്ലെയിൻ ചെയ്യണം. 5 മാർക്കിൻ്റെ വരെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം തന്നെയാണ് അതും. ഇനി ആദ്യ സെക്രട്ടറി ജനറൽ ട്രിക്വേലിയാണ് ആദ്യത്തെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് കേട്ടോ. UN ആസ്ഥാനം ന്യൂയോർക്കാണ്. അതെല്ലാം നോക്കി വെച്ചോളുക. ഇനി സ്ഥിരാംഗം, ഇത് ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരാംഗത്വം ലഭിക്കാൻ ഇന്ത്യ അവകാശപ്പെടുന്ന വാദങ്ങൾ. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വമില്ല, അപ്പോൾ അത് വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട്. അതിനോടൊപ്പം കുറച്ച് വാദങ്ങളും പറഞ്ഞിട്ടുണ്ട്. വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥ, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്. പ്രധാനപ്പെട്ട സൈനിക ശക്തിയുണ്ട്. UN ബജറ്റിലേക്ക് വലിയ വീതം നൽകുന്ന രാജ്യമാണ്. ജനസംഖ്യയിൽ 2ാം സ്ഥാനമുണ്ട്. ചൈന കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യ എന്നത് ചൈനയാണ്. ചൈന കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയാണ് 2ാം സ്ഥാനം. ജനാധിപത്യത്തെയും മനുഷ്യാവകാശത്തെയും മാനിക്കുന്ന രാജ്യമാണ്. ജനാധിപത്യത്തെ മനുഷ്യാവകാശത്തെയും മാനിക്കുന്ന
മാനിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇതൊക്കെയാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്, എന്താണ് ഈ സോവിയറ്റ് യൂണിയൻ അല്ല, എന്താണ് ഐക്യരാഷ്ട്രസഭയിലേക്ക് അംഗമാകാനുള്ള ആവശ്യം. ഇനി 16 പാഠം സമകാലിക സുരക്ഷ, സമകാലിക ലോകത്തിലെ സുരക്ഷ. 16 പാഠത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതിൽ നമുക്ക് ചോദിക്കാൻ സാധ്യത, ഇതിലൊന്നും ഇന്ത്യയുടെ സുരക്ഷാ തന്ത്രങ്ങൾ സൈനിക ശേഷി വർദ്ധിപ്പിക്കുക, അന്താരാഷ്ട്ര സംഘടനകളെ ശക്തിപ്പെടുത്തുക, ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനം ഇന്ത്യയിൽ ശക്തിപ്പെടുത്തുക, ഭീഷണി. ഇത്രയും 4 പോയിന്റാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് അതെല്ലാം പഠിക്കേണ്ടതാണ്. നല്ല രീതിയിൽ പഠിച്ചു വെച്ചോളുക. ഭീഷണിയുടെ പുതിയ സ്രോതസ്സുകൾ, ആഗോള ദാരിദ്ര്യം, മനുഷ്യാവകാശ ലംഘനം, കാലാവസ്ഥ വ്യതിയാനം, ഭീകരവാദം. ഞാൻ പഠിച്ചപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം തന്നെയായിരുന്നു. എന്നാൽ ഷുവർ ക്വസ്റ്റൻ. ഇനി 17 പാഠം പരിസ്ഥിതിയും പ്രകൃതി വിഭവങ്ങളും. റിയോ ഡി ജനീറോ ഉച്ചകോടി നടന്ന വർഷമാണ് 1992. 1992 റിയോ ഡി ജനീറോ ഉച്ചകോടി എന്ന് തുടങ്ങുന്നത്. അത് എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. റിയോ ഡി ജനീറോ ഉച്ചകോടി നടന്ന വർഷം നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പാഠത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ആഗോളവൽക്കരണമാണ്. ആഗോളവൽക്കരണം ഒരു എസ്സേയുടെ ഭാഗത്ത് തന്നെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആഗോളവൽക്കരണത്തിന് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ, സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ, സാംസ്കാരിക പ്രത്യാഘാതങ്ങൾ, ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. നല്ല രീതിയിൽ പഠിച്ചു വെച്ചോളുക. ടു നാഷൻ തിയറി മുന്നോട്ട് വെച്ചതാരാണ്? മുഹമ്മദ് അലി ജിന്നയാണ്. എന്താണ് ടു നാഷൻ തിയറി? ഇത് മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം വേണമെന്ന് മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ബാധിച്ചു. അതൊക്കെയാണ് ടു നാഷൻ തിയറിയൊക്കെ പഠിച്ചു വെച്ചോട് പോയിക്കൊള്ളുക. ഏതൊക്കെയാണ്? ജയ് ജവാൻ ജയ് കിസാൻ, ലാൽ ബഹദൂർ ശാസ്ത്ര, നോൺ കോൺഗ്രസിസം. ഞാൻ ആദ്യം പറഞ്ഞ നോൺ കോൺഗ്രസിസം ഇന്ദിരാഗാന്ധി എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. അല്ല, നോൺ കോൺഗ്രസിസം മുന്നോട്ട് വെച്ചത് റാം മനോഹർ ലോഹിയാണ്. അപ്പോൾ തീർച്ചയായും നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുക. നല്ല ടൈമായിട്ടുണ്ട്. ഞാൻ എന്തായാലും ക്ലാസ് നിർത്തുകയാണ്. നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ മൈ നെയിം ഈസ് ക്രേദ, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡ്, ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്. ബൈ.